നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായ വിലവർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം അതിരൂപത ഹെൽത്ത് കമ്മീഷന്റെയും കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ശാക്തീകരണ പദ്ധതി ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാർ നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. KPMS ഇടുക്കി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAക്ക് സ്വീകരണവും നൽകി. KPMS ജനറൽ സെക്രട്ടറി PM വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിനും വനാതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിന്നക്കനാൽ ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ കാട്ടാനകൾ. രാവിലെ മാരിയെ ചവിട്ടിക്കൊലപ്പെടുത്തിയ ആനയാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വാർത്തകൾ വിശദമായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായ വിലവർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ധർണയിൽ അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായ വിലവർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് ജനപക്ഷ തീരുമാനമെന്ന നിലയിൽ എതിർക്കുന്നില്ലെന്നും അതേസമയം സ്വകാര്യ ബസ്സുകളുടെ വരുമാനം ഗണ്യമായി കുറയ്ക്കാൻ ഇത് കാരണമാകുമെന്നും ധർണയിൽ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. 30,000 വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതെ അവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തിലെ ഒപ്പമുള്ള മറ്റുള്ളവരും സ്വാഭാവികമായും KSRTCയെ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയാവുമെന്ന് ആശങ്കപ്പെടുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകളിലെ പകുതിയിലധികം സ്ത്രീകളും KSRTCയിലേക്ക് മാറും. ഇത് സ്വകാര്യ ബസ്സുകളെ വലിയ രീതിയിൽ ബാധിക്കും. ഡീസൽ അടിക്കാനുള്ള ദിവസ വരുമാനം കിട്ടാതെ മിക്ക ബസ്സുകളും റോഡിലേക്ക് ഇറക്കാൻ പറ്റാതാകും. സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനുള്ള നടപടികളും സർക്കാരിൽ നിന്നുണ്ടാകണമെന്നും അവർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടുക, പൊതുഗതാഗത മേഖലയിലെ സ്വകാര്യ ബസ്സുകളും KSRTCയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള ഗതാഗത നയം രൂപവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ധർണ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, തൊഴിലില്ലായ്മ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയധികം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുകയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും പരിമിതികളുള്ള സർക്കാർ ട്രാൻസ്പോർട്ട് സംവിധാനത്തിന് എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളെല്ലാം നികത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം പരിമിതമായ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് ഒരു കൈത്താങ്ങായി ട്രാൻസ്പോർട്ട് ബസ്സുകളൊന്നും പോകാത്ത മേഖലകളിൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഈ സമൂഹത്തിനൊരു വലിയ സേവനം ചെയ്യുന്ന ഈ പ്രൈവറ്റ് ബസ് മേഖല ഇന്ന് അതിരൂക്ഷമായ പ്രതിസന്ധികൾ കൂടി കടന്നുപോയിട്ടിരിക്കുന്നു. ഒരു സർക്കാർ, പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ മികവ് ജനങ്ങൾ വിലയിരുത്തുന്നത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ സർക്കാർ എങ്ങനെ കാണുന്നു, അതെങ്ങനെ തരണം ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞ ഇന്ധന വില കൂടുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഒരു ഇന്ധന വില വർദ്ധനവിൻ്റെ ആ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള അതിൻ്റെ പരിണിത ഫലം ഈ പൊതുജനങ്ങളിലേക്ക് എങ്ങനെ അത് എത്തിക്കാണ്ടിരിക്കാം
എങ്ങനെ അതിനൊരു പരിഹാരം കാണാം, ആ ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിനെ വെച്ചാണ് ജനങ്ങൾ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത്. ഇടുക്കി ജില്ലാ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പ്രസിഡന്റ് വിനോദ്, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ്, ജില്ലാ സെക്രട്ടറി കെ അജിത് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM സലീം, ട്രഷറർ PM ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോട്ടയം അതിരൂപത ഹെൽത്ത് കമ്മീഷന്റെയും കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ ചുങ്കം ഫൊറോന KCCയുടെ ആഭിമുഖ്യത്തിൽ KCC, KCWA, വിൻസെന്റ് ഡീപോൾ സംഘടനകളുടെ സഹകരണത്തോടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ശാക്തീകരണ പദ്ധതി ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം അതിരൂപത ഹെൽത്ത് കമ്മീഷന്റെയും കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ ചുങ്കം ഫൊറോന KCCയുടെ ആഭിമുഖ്യത്തിൽ KCC, KCWA, വിൻസെന്റ് ഡീപോൾ സംഘടനകളുടെ സഹകരണത്തോടെ കരുതൽ കൂടുതൽ കരുത്തോടെ എന്ന ആപ്തവാക്യം ഉയർത്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ശാക്തീകരണ പദ്ധതി ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 50 വർഷം കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ആവറേജ്, ഇന്ത്യയിൽ നമുക്കറിയാം 140 കോടി, ഇപ്പം 150 കോടി തൊടാൻ പോകാമെന്നാണ് പറയുന്നത്. പുതിയ സെൻസസ് വരുമ്പോൾ അറിയാം. അത്രയും ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മീഡിയൻ ഏജ്, ആവറേജ് പ്രായം എന്ന് പറയുന്നത് 28 വയസ്സാണ്. ഇന്ത്യ ഒരു വളരെ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ്. നമ്മുടെ മീഡിയൻ ഏജ് 28 വയസ്സാണ്. അതേസമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസവും ഏറ്റവും ആരോഗ്യ മേഖലയും ഒക്കെ നന്നായിട്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ മീഡിയൻ ഏജ്, ആവറേജ് വയസ്സെന്ന് പറയുന്നത് 38 വയസ്സാണ്. 36 to 38 ഇടയ്ക്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയവരെ സംസ്ഥാനം കേരളമാണ്. 2050 ആകുമ്പോഴത്തേക്കും ഇത് 46 ആകുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ജനന നിരക്കും ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന ചെറുപ്പക്കാരുടെയും ഒക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രൊജക്ഷൻ പറഞ്ഞിരിക്കുന്നത് 2050 ആകുമ്പോഴത്തേക്കും 46 വയസ്സാകുമെന്ന്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊരു കിളവന്മാരുടെ സംസ്ഥാനമാകാൻ പോകും. അത് മാറ്റണമെങ്കിൽ, അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഈ പ്രദേശങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. അതിനാദ്യം നമ്മൾ കൈപിടിച്ചുയർത്തേണ്ടത് കാർഷിക മേഖലയെ തന്നെ. 70% ആളുകൾ ഇന്നും ആശ്രയിക്കുന്ന നമ്മുടെ കാർഷിക മേഖല. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകാം, നമുക്കത് മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഉണ്ടാകാം, ലാപ്ടോപ്പുകൾ ഉണ്ടാകാം, ടാബ്ലറ്റുകൾ ഉണ്ടാകാം, റോക്കറ്റ് ടെക്നോളജി ഉണ്ടാകാം, സാറ്റലൈറ്റ് ടെക്നോളജി ഉണ്ടാകാം, ഡാറ്റാ സയൻസ് എന്ന് വേണ്ട എന്ത് വില ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും പുഴുങ്ങി തിന്നാൻ പറ്റത്തില്ല. വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണമെങ്കിൽ കൃഷി ചെയ്തേ പറ്റൂ. ഈ 140 കോടി ജനങ്ങളെയും കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളെയും തീറ്റിപ്പോറ്റുവാൻ ഇവിടെ കൃഷി നിലനിന്നേ പറ്റൂ. കാരിത്താസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ സൈജു പുത്തൻപറമ്പിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ പ്രായമുള്ളവർ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ബാക്കിയുള്ളവരെല്ലാം പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, ജോലിക്ക്, പഠനത്തിനൊക്കെ. അപ്പോൾ വൃദ്ധരായ പ്രായം കൂടിയവർ കൂടുതലായിട്ട് നമ്മുടെ ഇടവകളിൽ, നമ്മുടെ സമുദായത്തിൻ്റെ എല്ലാ പള്ളികളിലും അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. അതിന് നാടെന്നോ ഹൈറേഞ്ചെന്നോ മലബാറെന്നോ ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ ഈ പാലിയേറ്റീവിൻ്റെ പ്രസക്തി നമ്മളുടെ പള്ളികളിലും നമ്മളുടെ ചുറ്റുപാടുകളിലും, നമ്മുടെ പള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ പ്രസക്തി കൂടി വരുന്നുണ്ട്. ഈ കാരിത്താസിൽ വന്നപ്പോൾ എനിക്കറിയാം, അവിടെ ഹോം കെയർ എന്ന് പറയുന്നൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാലഘട്ടം മാറി വരുന്നതനുസരിച്ച് ഈ സംരംഭങ്ങളും അതിൻ്റെ രീതികളും, പ്രത്യേകിച്ച് ആശുപത്രികളും ആശുപത്രിയുടെ സേവനങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഡോക്ടറെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്നു, ഇപ്പോൾ ഡോക്ടർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരിത്താസ് ഹോസ്പിറ്റൽ പാലിയേറ്റീവ് മെഡിസിൻ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൃഷ്ണപ്രിയ സെമിനാർ നയിച്ചു. 100% ഒരാൾ ആശുപത്രിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായ ആൾ പുറത്ത് വരാൻ ഉള്ള ശതമാനം 23%. അപ്പോൾ ബാക്കിയുള്ളവർ മുഴുവനും പതുക്കെ ആ ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ മേ ബി 20 വർഷം കൊണ്ടായിരിക്കും, പക്ഷേ 20 വർഷം കൊണ്ട് അയാൾക്ക് എൻഡ് ഓർഗൻ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നി, കണ്ണ്, ലിവർ എന്നീ ഓർഗൻസ്, പെരിഫറൽ ന്യൂറോപ്പതി, അങ്ങനെയുള്ള പലതരം എൻഡ് ഓർഗൻ ഡിസീസുകൾ ഈ രോഗിക്ക് വരും. അപ്പോൾ അതൊരു കാറ്റഗറി ആയി. പിന്നെ ഉള്ളത് ക്യാൻസർ. എല്ലാ ക്യാൻസറും ക്യൂറബിൾ അല്ല, പക്ഷേ കുറേ ശതമാനം ക്യൂറബിൾ ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷേ ഇവർക്കെല്ലാം ആ അസുഖം കണ്ടുപിടിച്ചാൽ അതിനോടൊപ്പം നമ്മൾ
ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളോട് ചെയ്തുകൊടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ഈ ബാക്കിയുള്ള 23% ബാക്കിയുള്ളത്, അവർക്കെല്ലാം ആക്ച്വലി പോയിന്റ് ഓഫ് ഡയഗ്നോസിസ് മുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ മുതൽ പാലിയേറ്റീവ് കെയർ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ റിസർച്ച് സ്റ്റഡികളെല്ലാം പറയുന്നത്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർ പതുക്കെ അസുഖത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്താനുള്ള സമയവും നീട്ടിക്കിട്ടും. KCC അതിരൂപത ട്രഷറർ ജോൺ തെരുവത്ത്, KCC ഫൊറോന പ്രസിഡന്റ് ബെന്നി ഇല്ലിക്കൽ, KCC ഫൊറോന ചാപ്ലൈൻ റവറൻ ഫാദർ തോമസ് കീന്തനാനിക്കൽ, ചുങ്കം ഫൊറോന പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി, കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ജെയിംസ് വടക്കേക്കണ്ടത്തിൽ, KCC അതിരൂപത മുൻ പ്രസിഡന്റ് തമ്പി എരുമേലിക്കര, വിൻസെന്റ് ഡി പോൾ ഫൊറോന പ്രസിഡന്റ് ബിജു വെളുത്താംവീട്ടിൽ, KCDWA ഫൊറോന പ്രസിഡന്റ് ബീന ബിജു, കരിങ്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി ഫിലിപ്പ് ചെറുശ്ശേരി, ഡോക്ടർ ജോസ് ജോം തോമസ്, ഡോക്ടർ ഷാജൻ ചാഴികാട്ട്, സിസ്റ്റർ ഡോക്ടർ ലത SVM, കരിങ്കുന്നം KCC യൂണിറ്റ് പ്രസിഡന്റ് ടിനി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KPMS ഇടുക്കി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സ്വീകരണവും നൽകി. KPMS ജനറൽ സെക്രട്ടറി PM വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CM രാജു അധ്യക്ഷത വഹിച്ചു. KPMS ഇടുക്കി ജില്ലാ സമ്മേളനവും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയ്ക്കുള്ള സ്വീകരണവും തൊടുപുഴയിൽ നടന്നു. കോലാനിയിൽ നടന്ന സമ്മേളനം KPMS ജനറൽ സെക്രട്ടറി PM വിനോദ് ഉദ്ഘാടനം ചെയ്തു. KPMS മുൻ ജില്ലാ പ്രസിഡന്റ് CM രാജു അധ്യക്ഷത വഹിച്ചു. സർക്കാരിൽ നിന്നും പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ട തുക മറ്റു വകുപ്പുകളിലേക്ക് വകമാറ്റുന്നത് തടയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കിഫ്ബി എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലൂടെ ഈ പദ്ധതി വിഹിതത്തിന് പുറത്ത് 23,000 കോടി രൂപയുടെ വികസനം നടത്തി എന്നാണ് കണക്ക് പറയുന്നത്. തുടങ്ങി ആരംഭിച്ച വർക്കുകളുണ്ട്, ആരംഭിക്കാനുള്ള വർക്കുകളുണ്ട്. അപ്പോൾ ഏത് സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചാലും അതിൻ്റെ 10% പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 23,000 കോടി രൂപയുടെ വർക്ക് കേരളത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ 10% പട്ടിക വിഭാഗങ്ങൾക്ക് നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തമുള്ള വികസനത്തിൽ 23,000 കോടി രൂപയുടെ വികസനത്തിൻ്റെ 10% പങ്ക് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ 2,300 കോടി രൂപ നമുക്ക് കിട്ടേണ്ട തുക മറ്റിതര സമുദായങ്ങൾക്കായി വീതം വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ചീഫ് വിപ്പും MLAയുമായ അബു ജോൺ ജോസഫിന് സ്വീകരണം നൽകി. ഒരു സമുദായത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിലെ ആളുകളുടെ സംഘടിതമായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് അബു ജോൺ ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. ഒരു സമുദായത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ സമുദായത്തിലുള്ള ആളുകളുടെ ഒരു സംഘടിതമായ പ്രവർത്തനത്തിൻ്റെയും കൂടി ഫലമാണ്. കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ചില വിഭാഗങ്ങളുടെയൊക്കെ സമുദ്ധരണത്തിനായി, ഉദ്ധരിക്കുവാനായി 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ച് പോയതിന് ശേഷം അയ്യങ്കാളി പോലെയുള്ള നവോത്ഥാന നായകന്മാർ ഈ കേരളത്തെ സംസ്കാര സമ്പന്നരുടെയും വിദ്യാഭ്യാസമുള്ളവരുടെയും സാമുദായിക സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും ഒക്കെ നിലനിൽക്കുന്ന ഒരു നാടായി മാറ്റിയെങ്കിൽ അത് ഇനി വരും തലമുറയ്ക്കും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള ഓരോ സമുദായങ്ങൾക്കും സാമുദായിക സംഘടനകൾക്കും പൊതുജനത്തിനും രാഷ്ട്രീയക്കാർക്കും എന്ന് വേണ്ട ഈ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾക്കിടെ കൂട്ടുത്തരവാദിത്വമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർമാരായ R. ഹരി, നിഷ സോമൻ, അജിക്കുട്ടൻ, ഉമാ രാജേഷ്, കവിത അജി, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ചേരിയിൽ, വാഴക്കുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് MD തങ്കച്ചൻ, TK ഹരിദാസ്, ലിൻസി ടീച്ചർ, അമ്മിണി കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. KPMS ജില്ലാ കമ്മിറ്റി ചെയർമാൻ KM ദാസൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം CR ബിജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യമൃഗശല്യത്തിനും വനാതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന വനം മന്ത്രി ഷിബു ബേബി ജോൺ
കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA ഷിബു തെക്കുംപുറത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, ജനപ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ കർഷക സംഘടനയുടെ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വനാതിർത്തി മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എല്ലാ വിഷയങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വന്യമൃഗശല്യം, കാട്ടാന ആക്രമണം, കൃഷിനാശം, മനുഷ്യ വന്യജീവി സംഘർഷം, നഷ്ടപരിഹാര വിതരണത്തിലെ കാലതാമസം, വനാതിർത്തി മേഖലയിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, ആലുവ, മൂന്നാർ, രാജപാത ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. ജനപ്രതിനിധികളും കർഷക സംഘടനാ പ്രതിനിധികളും പ്രദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. MLA ഷിബു തെക്കുംപുറത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, ജനപ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ കർഷക സംഘടനയുടെ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവ, മൂന്നാർ, രാജപാത സംബന്ധിച്ച കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി സ്ഥല സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ കാട്ടാനകൾ. രാവിലെ ആക്രമണം ഉണ്ടായതിന് സമീപ മേഖലയിലാണ് കാട്ടാനകൾ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. സൂര്യനെല്ലി ടൗണിനോട് ചേർന്നാണ് ആന ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ മാരിയെ ചവിട്ടിക്കൊലപ്പെടുത്തിയ ആനയാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ആനയെ തുരുത്താൻ RRT സംഘം ശ്രമം ആരംഭിച്ചു. അതായത് സൂര്യനെല്ലിയിൽ നിന്ന് സിംഗോട്ടത്തേക്ക് പോകുന്നത് മോടിമുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇവിടെ അനിവാര്യമാണ്. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് ആനയെ മാറ്റി ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് ആളുകൾക്ക് സുരക്ഷിതമായ രീതിയിൽ ആനയെ മാറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇപ്പോൾ എന്താക്കുന്നത് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറി സിംഗോട്ട ഭാഗത്തേക്ക്, അത് കഴിഞ്ഞിട്ട് ഇതിനകം ആ ഭാഗത്തേക്കൊക്കെ ആന പോയാലും മുന്നോട്ട് തുടങ്ങി. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ 2026-2027 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. വിൻസെൻഷൻ സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ തുണ്ടത്തിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോർജ് പൂനാട്ട് അധ്യക്ഷത വഹിച്ചു. ഈ വർഷം പുതിയതായി സ്കൂളിലേക്ക് പ്രവേശിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ 2026-2027 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. വിൻസെൻഷൻ സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ തൊണ്ടത്തിക്കുന്നിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോർജ് പൂനാട്ട് അധ്യക്ഷത വഹിച്ചു. ഈ വർഷം പുതിയതായി സ്കൂളിലേക്ക് കടന്നുവന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. തുടർന്ന് മുതിർന്ന വിദ്യാർത്ഥികൾക്കായി പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ സിബി ജോൺ കരിയിലാമരത്തിൽ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. As we are reading and hearing through the media about the CBSE +2 results and its further actions, we know that there is a great demand from the part of students required from the board CBSE. കരിമണ്ണൂർ കുറുമ്പാലമരത്ത് ആയത്തുവാടം കാർ വാഷ് പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുവാടം, വാർഡ് മെമ്പർ സുഗു കുറുമാത്ത് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ആയത്തുവാടം കാർ വാഷ് കരിമണ്ണൂർ കുറുമ്പാലമരത്ത് പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം, വാർഡ് മെമ്പർ സുഗു കുറുമാത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു.
വാഹനങ്ങളുടെ വാഷിംഗ്, ഡെന്റിംഗ്, അണ്ടർബോഡി കോട്ടിംഗ്, ഇന്റീരിയർ ഡീപ് ക്ലീനിംഗ്, റീസ്റ്റോറേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പിക്കപ്പ് ആൻഡ് ഡെലിവറി സർവീസും ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി വ്യക്തികളാണ് പങ്കെടുത്തത്. തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ആയിത്തുവാടം കാർ വാഷ് എന്ന പേരിലൊരു സ്ഥാപനം കരിമണ്ണൂർ കുർബാലമറ്റത്ത് തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ഇന്ന് മുതൽ. ഇവിടെ വിധങ്ങളെ എല്ലാ വണ്ടികളും വാഷ് ചെയ്യുന്നതാണ്. 3 വീലർ, 4 വീലർ അങ്ങനെ എല്ലാ വണ്ടിയും വാഷ് ചെയ്യും. ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. തൊടുപുഴ ട്രോണിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ എക്സ്റേ വെൽഡിംഗ് കോഴ്സ് 6 മാസം കൊണ്ട് 50% ഫീസ് സ്കോളർഷിപ്പോടെ പഠിക്കാം. കൂടാതെ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ സർവീസിംഗ്, AC മെക്കാനിക് മുതലായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. എല്ലാ കോഴ്സുകളും PSC അംഗീകൃതമാണ്. വിവിധ സ്കോളർഷിപ്പുകളും ഫീസ് തവണകളായി അടയ്ക്കുന്നതിനുള്ള സൗകര്യവും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴ ട്രോണീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ എക്സ്റേ വെൽഡിംഗ് കോഴ്സ് 6 മാസം കൊണ്ട് 50% ഫീസ് സ്കോളർഷിപ്പോടെ പഠിക്കാം. കൂടാതെ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ സർവീസിംഗ്, AC മെക്കാനിക് മുതലായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. വിദേശത്തും സ്വദേശത്തും നിരവധി തൊഴിലവസരങ്ങളും പഠിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂകൾ വഴി പ്രമുഖ കമ്പനികളിൽ പ്ലേസ്മെന്റും ഉറപ്പാക്കുന്നത് ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാത്രം പ്രത്യേകതയാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വദേശത്തും വിദേശത്തുമായി മികച്ച നിലയിൽ ജോലി ചെയ്തു വരുന്നു. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് 9461354488 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡനിലേക്കുള്ള പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. പുത്തൻ ബാഗും പുത്തൻ ഉടുപ്പുമായി സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നുവന്ന കുട്ടികളെ ബലൂണും മധുര പലഹാരങ്ങളും നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ സീന മരിയ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് CMC, ഡയറക്ടർ സിസ്റ്റർ സ്റ്റാനി, കിൻഡർ ഗാർഡൻ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോ തൈച്ചേരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡനിലേക്കുള്ള പ്രവേശനോത്സവം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ നടന്നു. പുത്തൻ ബാഗും പുത്തൻ ഉടുപ്പുമായി സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നുവന്ന കുട്ടികളെ ബലൂണും മധുര പലഹാരങ്ങളും നൽകി അധ്യാപകർ സ്വീകരിച്ചു. കുട്ടികളുടെ കളിക്കൂട്ടുകാരനായ ലൂണിയുടെ സാന്നിധ്യം പുതുതായി സ്കൂളിലേക്ക് കടന്നുവന്ന കുട്ടികൾക്ക് ഏറെ കൗതുകമുളവാക്കി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂളിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ സീന മരിയ പ്രാർത്ഥന ചൊല്ലി അധ്യയന വർഷം ആരംഭിച്ചു. അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ കുറിക്കുന്ന ഒരിടം മാത്രമല്ല, കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കൂട്ടുകൂടിയും പുതിയ അനുഭവങ്ങൾ നേടാനുള്ള ഒരിടം കൂടിയാണ്. ഓരോ കുട്ടിയും തനതായ കഴിവുകളോടും വ്യത്യസ്ത സ്വഭാവങ്ങളോടും കൂടിയാണ് ഇവിടെ എത്തുന്നത്. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാനും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും പോരായ്മകളിൽ താങ്ങും തണലുമാകാനും ഞങ്ങൾ ടീച്ചേഴ്സ് പ്രതിജ്ഞാബദ്ധരാണ്. ഒരു പുതിയ ലോകം തുറക്കുന്ന
നിങ്ങളുടെ കുട്ടിക്ക് ഇവിടെ ലഭിക്കുന്നത് വെറും പുസ്തക അറിവ് മാത്രമല്ല, കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ അവരെ സഹായിക്കും. നിറങ്ങളെയും രൂപങ്ങളെയും തിരിച്ചറിയാനും അക്കങ്ങളെയും അക്ഷരങ്ങളെയും പരിചയപ്പെടാനും നല്ല ശീലങ്ങൾ വളർത്താനും അവർക്ക് ഇവിടെ അവസരം ലഭിക്കും എന്നതിൽ സംശയിക്കേണ്ട. കൂട്ടുകാരുമായി ഇടപഴകാനും പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള മനോഭാവം അവരെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ്, ഡയറക്ടർ സിസ്റ്റർ സ്റ്റാനി, കിൻഡർഗാർട്ടൻ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോ തൈച്ചേരി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. പ്രിൻസിപ്പലിൽ നിന്നും കത്തിച്ച തിരികൾ ഏറ്റുവാങ്ങി അധ്യാപകർ തങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് പോവുകയും മാതാപിതാക്കളിൽ നിന്നും കുട്ടികളെ ക്ലാസ്സിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. JCI സോൺ 20യുടെ അർദ്ധവാർഷിക മീറ്റിംഗായ ഗ്രാൻഡ് വിസ്മയം മാടപ്പറമ്പിൽ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. JCI സോൺ പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴയുടെ വികസന മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് JCI തൊടുപുഴ മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ PG ജോസഫിനെ സമ്മേളനത്തിൽ JCI സോൺ 20യുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. JCI സോൺ 20യുടെ അർദ്ധവാർഷിക മീറ്റിംഗായ ഗ്രാൻഡ് വിസ്മയം മാടപ്പറമ്പിൽ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സമയം തെറ്റിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച. കാരണം സമയത്ത് വരാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഈ ഒരു പുതിയ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഒരു ദൈവാനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ്. പക്ഷേ അതുകൊണ്ട് ഒരു ജനകീയ സ്വഭാവത്തോടെ ഞങ്ങളെല്ലാം പോകുന്നവരായതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ അവസരം ലഭിക്കുമ്പോൾ മണ്ഡലത്തിലുള്ളവർ ഉള്ള പ്രിയപ്പെട്ടവരെല്ലാം അത് ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു വരുന്നു, അതിനിടപെടുന്നു ഒരു ഭാഗം. പക്ഷെ പരിപാടികൾ അവർ സ്വാതന്ത്ര്യത്തോടുകൂടി നോട്ടീസ് അടിച്ച് നമ്മളെ വിളിച്ചറിയാം. പണ്ടൊക്കെ നോട്ടീസ് കാണുന്നില്ല, വരുന്നു പറഞ്ഞില്ല, വാട്സപ്പിലൂടെ മെസ്സേജ് വിടുകയാണ്. ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് പ്രോഗ്രാം വരുന്നുണ്ട്, സാർ ഉദ്ഘാടനം ചെയ്യണം, അല്ലെ ചേട്ടൻ വരണം, അല്ലെ MLA വരണം, അല്ലെ മന്ത്രി വരണം, എന്തൊക്കെ വരണം. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. JCI സോൺ പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. തൊടുപുഴയുടെ വികസന മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് JCI തൊടുപുഴ മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ PG ജോസഫിനെ സമ്മേളനത്തിൽ JCI സോൺ 20യുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടി ലോ കോസ്റ്റ് ഹൗസസ് അന്ന് അതിനുവേണ്ടി ഒരു പ്ലാൻ കണ്ടെത്തി. ആ പ്ലാൻ ഒരു വീടിലൂടെ പറഞ്ഞു. അതെനിക്ക് പിന്നീട് വലിയ പ്രയോജനമാണ്. ഞാൻ 82 ഭവനനിർമ്മാണത്തിനെ കുറിച്ച് ആളുണ്ടാക്കുന്നത്. ആ ഭവനനിർമ്മാണം എന്നിട്ട് ലോ കോസ്റ്റ് ഹൗസസ് ചെറുതെങ്കിലും ബലവത്തായ വീട്ടിൽ ഭാവപ്പെടുത്തുക എന്നതിനെ വളരെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ വിഷ്ണു, മലബാർ ഗോൾഡ്, രജീഷ് രവി,
അക്ഷയ് രാജൻ, ആശ അജിത്ത്, അജികുമാർ, അഭിലാഷ് EA, വിഷ്ണു കൈസ്, സനു ജോസ്, പ്രജിൻ പ്രഭാകർ, മിഥുൻ സാഗർ, സെബാനോ സെബാസ്റ്റ്യൻ എന്നിവരെ മന്ത്രി മോൻസ് ജോസഫ് ആദരിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള JC അംഗങ്ങളും കുടുംബാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. മഹേഷ് കുഞ്ഞുമോന്റെ പ്രോഗ്രാമും ബ്രഹ്മ ടീമിന്റെ ഡാൻസും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. JCI തൊടുപുഴ ഗ്രാൻഡിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ മിഡ്കോൺ നടന്നത്. സോൺ വൈസ് പ്രസിഡന്റ് പോൾ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് ഗോകുൽ ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. മുൻ സോൺ പ്രസിഡന്റ് മെജോ ജോൺസൺ, സോൺ ഡയറക്ടർ മാനേജ്മെന്റ് എബിൻ ജോസ്, ജേകോം ചെയർമാൻ പ്രശാന്ത് കുട്ടപ്പാസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെറാൾഡ് മാനുവൽ, JC അലുമിനി ചെയർമാൻ തേജ് പോൾ, കോൺഫറൻസ് ചെയർമാൻ വിനോദ് കണ്ണോളി, പ്രോഗ്രാം ഡയറക്ടർ അനിൽകുമാർ CC എന്നിവർ സംസാരിച്ചു. സോൺ സെക്രട്ടറി ബ്രീസ് ജോയ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറത്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയത് മൂലം റോഡിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിയ പൈപ്പുകൾ നന്നാക്കുവാനുള്ള പണികൾ ആരംഭിച്ചു. കൂടാതെ നിർമ്മാണം പൂർത്തീകരിച്ച കലുങ്കിന്റെ മറുഭാഗത്തുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വണ്ണപ്പുറത്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയത് മൂലം റോഡിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിയ പൈപ്പുകൾ നന്നാക്കുവാനുള്ള പണികൾ ആരംഭിച്ചു. കൂടാതെ നിർമ്മാണം പൂർത്തീകരിച്ച കലുങ്കിന്റെ മറുഭാഗത്തുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ ചീങ്കൽ സിറ്റിക്ക് സമീപം റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് BBC ന്യൂസ് ഉൾപ്പെടെ പത്രമാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്രയും പെട്ടെന്ന് അവൻ്റെ ബന്ധപ്പെട്ട ആളുകളെല്ലാം അധികാരികൾ വരികയും അതിൻ്റെ പണികൾ സ്പീഡപ്പ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളതായ വാർത്തകൾ പെട്ടെന്ന് ഗൗരവമായ നിലയിൽ അടിയന്തരമായി കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണ് ഈ ചാനൽ. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വളരെ ഇനി കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നാടിനും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഇതേ തുടർന്നാണ് ജലവിഭവ വകുപ്പ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. കൂടാതെ കാലവർഷം കനത്തതോടെ ഈ പ്രദേശമാകെ കനത്ത വെള്ളക്കെട്ട് രൂപം കൊള്ളുകയാണെന്നും ഇനി പൂർത്തീകരിക്കാനുള്ള കലുങ്കിന്റെ ഒരു ഭാഗം കൂടി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ്റെയാണ് ഇപ്പോൾ മെയിൻ വിഷയം ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടി ബ്ലോക്കായി കിടക്കുമായിരുന്നു. അങ്ങ് ഭാഗം ഇപ്പോൾ തുറന്നു കിട്ടി. ആ ഭാഗം തുറന്നു കിട്ടിയപ്പോൾ ആശ്വാസമായി വണ്ടി അവരോട് പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കടയും ഞങ്ങളുടെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെ മെനകടായിട്ട് കിടക്കുന്നു. വളരെ ദയനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. തന്നെയല്ല ഇവിടെ തോട്ടിൽ വെള്ളം കിട്ടുകയും ഈ ഭാഗം കൂടി തുറന്ന് കിട്ടി ഈ ഭാഗത്തിൻ്റെ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാലാണ് നമുക്ക് സഞ്ചാര യോഗ്യമാകുകയുള്ളൂ. ഈ പ്രദേശമെല്ലാം വെള്ളക്കെട്ട് ഉണ്ടാകുന്നൊരു പ്രദേശമാണ്. ഇതേ കാണുന്ന വീട്ടിലെല്ലാം കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതാണ്. അപ്പോൾ ഈ ഓട അടഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ തോട് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ചപ്പി അവരോട് ഒന്ന് അടഞ്ഞിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ആ ഭാഗം കൂടി ക്ലിയർ ചെയ്ത് നമ്മുടെ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പാറപ്പുഴ കിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക കേരളത്തിന്റെ തനതായ പൈതൃകം ഉൾക്കൊണ്ട് കന്നുപൂട്ട് പ്രദർശനവും ചെളിയിലോട്ട മത്സരവും നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ജോജി ജോർജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ മുഖ്യപ്രഭാഷണം നടത്തി. പാറപ്പുഴ കിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക കേരളത്തിന്റെ തനതായ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കന്നുപൂട്ട് പ്രദർശനവും ചെളിയിലോട്ട മത്സരവും സംഘടിപ്പിച്ചു. യിലെ വീടിന് താഴെയുള്ള നെൽപ്പാടങ്ങളിൽ വർഷത്തിൽ 2 തവണ കന്നുപൂട്ടും കന്നുപൂട്ടിന് ശേഷമുള്ള കൊയ്ത്തുത്സവവും നെല്ല് മെതിക്കലുമൊക്കെ ഇന്നത്തെ പുതുതലമുറയ്ക്ക് സിനിമകളിൽ പോലും കാണാൻ കഴിയാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഈ പാറപ്പുഴയിൽ ഇന്നിവിടെ ഉദ്ഘാടനം നടത്തുന്ന കിങ്സ് പാറപ്പുഴ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കന്നുപൂട്ടും പ്രദർശനവും അതുപോലെ തന്നെ വിവിധ ചെളിയിലോട്ട മത്സരം ഉൾപ്പെടെ ഇത് നടത്തുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട്
ക്ലബ്ബ് പ്രസിഡന്റ് ജോജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അനുജിജോ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി ജോയ് ജോസഫ് സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ബിന്ദു സിജി, പൊതുപ്രവർത്തകരായ ബിനിമോൻ TC, ബിനു കൈമൾ, ജോഷി എടാട്ട്, പാറപ്പുഴ പള്ളിവികാരി മാത്യു വടക്കുംപാടം എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ അബു ജോൺ ജോസഫ് MLA പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. ഇവർക്കെല്ലാവർക്കും ക്യാഷ് അവാർഡ് കൂടിയുണ്ട്. സാറിന് പോകാനുള്ള തിരക്കുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ക്യാഷ് അവാർഡ് കൂടിയുണ്ട്. സാറിന് പോകാനുള്ള തിരക്കുകൊണ്ട് 2025 നേടിയ ശ്രീ മാത്യു വർഗീസ്. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി അജയ് ജോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് കന്നുകൂട്ട് പ്രദർശനവും ചെളിയിലോട്ട മത്സരവും സംഘടിപ്പിച്ചു. തെന്നത്തൂർ ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് ഫ്രാൻസിസ് കറിയ സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായ വിലവർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം അതിരൂപത ഹെൽത്ത് കമ്മീഷന്റെയും കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ശാക്തീകരണ പദ്ധതി ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാർ നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. KPMS ഇടുക്കി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAക്ക് സ്വീകരണവും നൽകി. KPMS ജനറൽ സെക്രട്ടറി PM വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിന് വനാതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിന്നക്കനാൽ ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ കാട്ടാനകൾ. രാവിലെ മാരിയെ ചവിട്ടിക്കൊലപ്പെടുത്തിയ ആനയാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.